തിരുവനന്തപുരം വിളപ്പിൽശാലയിലെ സംഭവമാണ്. 30-ലേറെ പേരെ കബളിപ്പിച്ച് മുങ്ങിയ കുടുംബം. ആ കുടുംബത്തെ അന്വേഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ. യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെയാണ് സജിലയും കുടുംബവും തട്ടിപ്പ് നടത്തിയത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്താലും കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതടയ്ക്കുകയാണ് പ്രധാന വെല്ലുവിളി. തട്ടിപ്പ് നടത്തിയെന്ന് തെളിയിക്കുന്ന യാതൊരു വിധത്തിലുള്ള തെളിവുകളും അവശേഷിപ്പിക്കാതെയായിരുന്നു സജിലയും കുടുംബവും തട്ടിപ്പ് നടത്തി മുങ്ങിയത്. അയൽപ്പക്കക്കാരുടെ അക്കൗണ്ടിലെത്തുന്ന ലോൺ തുക വാങ്ങിയിരുന്നത് ATM കാർഡ് ഉപയോഗിച്ചായിരുന്നു. ഓൺലൈൻ പണമിടപാട് കുറച്ച് പണക്കൈമാറ്റത്തിന്റെ ഒരു രേഖയും സജില ബാക്കിയാക്കിയില്ല. സ്വർണം വാങ്ങിയതിനും പണയം വെച്ചതിനും ഒരു തെളിവുമില്ല. അതിവിദഗ്ധമായി വിശ്വാസം മുതലെടുത്ത് തട്ടിപ്പ്. അതിനിരയായ അനേകം മനുഷ്യർ. വിളപ്പിൽശാല പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കുമടക്കം നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ സജിലയും കുടുംബവും എവിടെയെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നു. സജിലയും കുടുംബവും പോകാൻ സാധ്യതയുള്ള ചിലയിടങ്ങൾ നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. അവിടെയും അന്വേഷണം നടത്തും. നാട്ടുകാരിൽ നിന്നും പണം വാങ്ങിയതിന്റെ, തട്ടിപ്പ് നടത്തിയതിന്റെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നും പരിശോധിക്കും. വിശ്വാസം മുതലെടുത്തുള്ള തട്ടിപ്പാണ്. സജിലയും കുടുംബത്തെയും കണ്ടെത്തിയാൽ പോലും അവർക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയും. എങ്കിലും അവരിലേക്ക് എത്താനുള്ള ഒരു പഴുതെങ്കിലും അന്വേഷിക്കുകയാണ് പോലീസ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പമുണ്ട്. ഗുഡ് മോർണിംഗ് സുനിഷ. നമ്മുടെ ഈ തട്ടിപ്പ് കഥ ഇങ്ങനെ ഒരു സീരീസായി, ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണുന്ന ഒരു രസത്തോടെയാണ് ആളുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള തട്ടിപ്പുകാരെ പലരെയും നമുക്ക് അവർ കാരണം ഈ സ്നേഹത്തിന്റെ മേലങ്കി അണിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തിരിച്ചറിയാൻ പറ്റാതെ പോകും. പക്ഷേ ഇവിടെ ഇവരെയൊക്കെ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് കൊടുത്ത പണം, ആഭരണം, സ്വർണം ഇതിനൊക്കെ എന്തെങ്കിലും രേഖയുണ്ടോ? ഒരു ധനകാര്യ സ്ഥാപനമാണെങ്കിൽ അവരുടെ കയ്യിൽ രേഖയുണ്ടാകും, എന്നിട്ടാണ് പണം കൊടുക്കുക. ഇതൊക്കെ വിശ്വാസത്തിന് പുറത്ത് കൊടുത്തതാകുമ്പോൾ ഈ തട്ടിപ്പ് എങ്ങനെ കണ്ടെത്തും, എങ്ങനെ തെളിയിക്കും? ഇവരെ പിടികൂടിയാലും കേസ് എങ്ങനെ കോടതിയിൽ നിലനിൽക്കും? അങ്ങനെയുള്ള വെല്ലുവിളികൾ നിലനിൽക്കുകയല്ലേ ഇതിൽ? സുജയ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയും. ഒരു തെളിവും അവശേഷിപ്പിക്കാതെയാണ് സജിലയും കുടുംബവും ഈ എല്ലാ തട്ടിപ്പും നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം ലോൺ തന്നെയാണ്. ഈ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ പോയി അയൽപ്പക്കക്കാർ തന്നെയാണ് ഒപ്പിട്ട് ലോൺ എടുക്കുന്നത്. അതിനുശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പണം എത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ സജില ഇവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നത് അത് ATM കാർഡ് ഉപയോഗിച്ചടക്കമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ പോലും നടന്നതായി കാണാൻ നമുക്ക് അത്തരത്തിലുള്ളൊരു തെളിവ് പോലും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊരു കാര്യം, ഈ സ്വർണ്ണമടക്കം സ്നേഹം പ്രകടിപ്പിച്ചും വിശ്വാസം മുതലെടുത്തുമൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങോട്ട് കൊണ്ടുപോയി? ഇവരോട് പണയം വെക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയതെങ്കിൽ പോലും എവിടെ വെച്ചു എന്നതിലോ അല്ലെങ്കിൽ അത് പണയം വെച്ചോ എന്നതിലൊന്നും തന്നെ ഒരു കൃത്യമായ തെളിവുകൾ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നിലവിൽ ഇവർ ഈ വിളപ്പിൽശാല പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും എല്ലാം പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എവിടെയെന്ന് കണ്ടെത്തുക എന്നതാണ് പോലീസിന്റെ ആദ്യപടി എന്ന് പറയുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ അവരെ കിട്ടിയാൽ പോലും ഈ തെളിവുകളൊന്നും ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ അത് കോടതിയിൽ പോയാൽ പോലും ഇവർക്ക് വെറുതെ വിടാൻ ഉള്ളൊരു സാധ്യത മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കാരണം അത്തരത്തിലുള്ള ഒരു രേഖാ തെളിവുകൾ പോലും ഇതിൽ അവശേഷിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള ഒരു പഴുതെങ്കിലും അവരിലേക്ക് എത്താനുള്ള ഏതെങ്കിലും ഒരു തെളിവെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുക തന്നെയാണ് ആ പോലീസിന്റെ അടുത്ത ലക്ഷ്യം. കാരണം ഇവർ ഏതെങ്കിലും രീതിയിൽ ഈ ഗൂഗിൾ പേ വഴിയൊക്കെ പണം അടച്ചിട്ടുണ്ടോ, മറ്റ് കൂടുതൽ പേർ ഇതിൽ തട്ടിപ്പിനിരയായിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ തന്നെയും ഏതെങ്കിലും ഒരു തെളിവ് കിട്ടുകയാണെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണം എന്നത് തന്നെയായിരിക്കും ഇനി മുന്നോട്ടുള്ള നീക്കം. അത്തരത്തിൽ ഇപ്പോൾ ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവരുടെ ഫോണുകളടക്കം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിലവിൽ അന്ന് ഈ തട്ടിപ്പ് നടത്തി ഇവരെ കാണാതായതിനു ശേഷം ഇവരുടെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ എവിടെയെന്ന് ഈ ലൊക്കേറ്റ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ഏതായാലും നിലവിൽ ഇവർക്കുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് ഈ ഒരു തട്ടിപ്പ് ഇനി ഇവർക്ക് കിട്ടുമോ എന്നതോ അല്ലെങ്കിൽ ഈ സജിലയും കുടുംബവും തിരിച്ചെത്തി ലോൺ അടക്കുമോ എന്നതൊന്നും ഇവർക്ക് ഉറപ്പില്ല. പക്ഷേ ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു വിശ്വാസവഞ്ചനയുടെ ഇരയാകാൻ മറ്റാരും പാടില്ല. അതുകൊണ്ട് ഈ വാർത്തകൾ കൂടുതൽ പേർ അറിയണം. ഇനിയും ഒരുപാട് പേരുണ്ടെങ്കിൽ, അതായത് ഇത്തരത്തിൽ പറ്റിക്കപ്പെടരുത്, ഇവരാൽ പറ്റിക്കപ്പെടരുത് എന്നത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് അവരും ഇതിന് മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇത്തരത്തിലൊരു കാര്യം അന്വേഷിക്കണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നത്. സുജയ, ഓക്കെ, പോലീസ് വലവിരിച്ചിട്ടുണ്ട്. സജിലയും കുടുംബവും ഇപ്പോഴും ഒളിവിലാണ്. നമ്മുടെ അന്വേഷണവും തുടരുക. സജിലയൊക്കെ ചിലപ്പോൾ ആ ചുറ്റുഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും സുനിഷ. അപ്പോൾ സുനിഷയുടെ അന്വേഷണവും തുടരട്ടെ. സുനിഷ അയ്യല്ലൂരാണ് നമുക്കൊപ്പം ചേർന്നത്.